റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 19-ാം ഭാഗം. ട്രെയിൻ ഇറങ്ങി റാം വെട്രിയെ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയതും ഒരു ലാൻഡ് ഫോൺ നമ്പറിൽ നിന്നും അവനൊരു കോൾ വന്നു. ഹലോ മച്ചാ, ഇത് ഞാനാ വെട്രി. ഞങ്ങളിവിടെ എത്തി. ഇതൊരു കുഗ്രാമമാടാ. ഇവിടെയാണെങ്കിൽ BSNL കണക്ഷൻ മാത്രമേ റേഞ്ചുള്ളൂ. ഇതിവിടുത്തെ ലാൻഡ് ഫോൺ നമ്പറാണ്. നിങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ ദേ തഞ്ചാവൂർ എത്തിയടാ. എത്തിയോ? നന്നായി. ഇനി ബസ്സില്ലാത്ത സ്ഥിതിക്ക് എന്താ രണ്ടാളുടെയും പ്ലാൻ? എന്ത് പ്ലാൻ മച്ചാ? രാവിലെ വരെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ കുത്തിയിരിക്കാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു ലോഡ്ജ് റൂം എടുത്ത് സുഖമായി ഒന്ന് കിടന്നുറങ്ങണം. നല്ല ക്ഷീണം. റാം അത് പറഞ്ഞപ്പോൾ അവൻ്റെ ഫോൺ സംഭാഷണവും കേട്ടുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ആനന്ദി നെറ്റി ചുളിച്ചു. ലോഡ്ജ് റൂം എടുക്കാനോ? അതൊന്നും പറ്റില്ല. നമുക്കൊരു ടാക്സിയിൽ അങ്ങോട്ടേക്ക് പോകാം, അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് കേട്ടതും റാം ഫോൺ മാറ്റി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് വീണ്ടും ചെവിയിലേക്ക് ഫോൺ വെച്ചു. ഞങ്ങളാദ്യം ഒരു തീരുമാനത്തിലെത്തട്ടെടാ. എന്തായാലും നീ പോയി റെസ്റ്റ് എടുത്തോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഞാൻ തിരിച്ചു വിളിക്കാം. പാട്ടിയോടും രേഷ്മയോടും ഞങ്ങൾ എത്തിയ വിവരം പറഞ്ഞേക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ്. അവൻ കോൾ കട്ടാക്കി ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ഞാൻ ഇവിടുന്ന് പാട്ടിയുടെ വീട്ടിലേക്കല്ലാതെ വേറെ എങ്ങോട്ടും വരില്ല. മര്യാദയ്ക്ക് പോയി അവിടെ വരെ ടാക്സിക്ക് എത്ര രൂപയാകുമെന്ന് ചോദിച്ചിട്ട് വാ. ആനന്ദി അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അങ്ങോട്ട് കയറി പറഞ്ഞു. അവൻ അവളെ ഒന്ന് ഇരുത്തി നോക്കിയ ശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്തേക്ക് നടന്നുപോയി. സ്റ്റേഷൻ്റെ മുൻവശത്തായി 10ഓളം ഓട്ടോകൾ നിരന്ന് കിടപ്പുണ്ടായിരുന്നു. വലതുവശത്ത് ഒരു ചായക്കടയും തുറന്നിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ കടയുടെ മുന്നിലായി ചായ കുടിക്കാനും മറ്റുമായി കൂടി നിന്നിരുന്നു. ടാക്സിക്കായി അവൻ ചുറ്റും നോക്കിയെങ്കിലും ഒന്നുപോലും കണ്ടില്ല. അവൻ ഏറ്റവും മുന്നിലായി കിടന്നിരുന്ന ഓട്ടോക്കരികിലേക്ക് ചെന്നു. അതിനുള്ളിലായി ഉയരം കുറഞ്ഞ് വെളുത്തതടിച്ച് 40 വയസ്സ് പ്രായം തോന്നിച്ച ഒരാൾ ഹെഡ്സെറ്റ് വെച്ച് ഫോണിൽ എന്തോ സിനിമ കാണുന്നുണ്ടായിരുന്നു. റാമിനെ കണ്ടതും അയാൾ ഹെഡ്സെറ്റ് കാതിൽ നിന്നും എടുത്തു. അണ്ണാ, ഈ അല്ലിഗ്രാമം എന്ന സ്ഥലം വരെ പോകാൻ എത്ര രൂപയാകും? അവൻ ചോദിച്ചത് കേട്ട് ഒരു നിമിഷം അയാൾ സംശയത്തിൽ അവനെ നോക്കി. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? നീ പോയിട്ടുള്ള സ്ഥലമല്ലേ അത്? അമ്മാതിരി ഉൾഗ്രാമത്തിലോട്ടൊന്നും ആരും ഓട്ടം പിടിക്കൂല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? ഞാൻ പറഞ്ഞതുപോലെ ലോഡ്ജ് റൂം എടുക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. കണ്ട ലോഡ്ജിലേക്കൊന്നും ഞാൻ വരില്ല. അവൾ പ്ലാറ്റ്ഫോമിലെ സ്റ്റീൽ കസേരയിലേക്ക് ഇരുന്നു. അതിന് സമീപത്തായി തലവഴി പുതച്ചു മൂടി കിടന്നിരുന്ന ഒരുവൻ അവരുടെ സംസാരം കേട്ടുകൊണ്ട് പുതപ്പ് മാറ്റി എഴുന്നേറ്റു. ശേഷം അവളെയും റാമിനെയും സൂക്ഷിച്ചു നോക്കി. ആരാടാ നട്ടപ്പാതിരേക്ക് പെണ്ണുങ്ങളെ ലോഡ്ജിലേക്ക് വിളിക്കുന്നത്? അത് കേട്ടതും റാം അയാളെയും ആനന്ദിയെയും മാറി മാറി നോക്കി. ആനന്ദി തൻ്റെ പുതിയ രക്ഷകർത്താവിനെ കണ്ട് അത്ഭുതപ്പെട്ടു. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെന്നാണെങ്കിൽ കാലത്ത് നമുക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം. റാം അയാളെ ശ്രദ്ധിക്കാതെ ആനന്ദിയോട് പറഞ്ഞു. അലവലാതി. അല്ലേലും രാത്രിയായാൽ നിന്നെപ്പോലുള്ള ഞരമ്പ് രോഗികൾ ഇങ്ങനെ ലോഡ്ജെന്നും ബസ് സ്റ്റാൻഡെന്നുമൊക്കെ പറഞ്ഞ് വന്നോളും. പ്രലോഭനങ്ങളിൽ വീഴല്ലേ മോളെ. പേടിക്കണ്ട, നിനക്ക് ഈ മാമനുണ്ട് കൂട്ട്. അയാൾ നിലത്ത് നിന്ന് മുണ്ടുമുക്കി കുത്തി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അയാൾ കുടിച്ചിരുന്ന മദ്യത്തിൻ്റെ മണം കിട്ടിയപ്പോഴേ ആനന്ദിക്ക് ഓക്കാനം വന്നു തുടങ്ങിയിരുന്നു. അത്രയുമായിട്ടും അവൾ എഴുന്നേറ്റ് വരാത്തത് കണ്ട് റാം ദേഷ്യത്തിൽ സ്റ്റേഷൻ്റെ പുറത്തേക്കുള്ള വഴിയെ നടന്നുപോയി. എന്നിട്ട് അല്പം മുമ്പ് അവൻ സമീപിച്ച ഓട്ടോക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ കണ്ടതും അയാൾ വീണ്ടും ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് മൂരി. അണ്ണാ, ഇവിടെ കുറഞ്ഞ ബഡ്ജറ്റുള്ള ലോഡ്ജൊക്കെ ഏത് ഏരിയയിലാണ് ഉള്ളത്? എത്രയാണ് ബഡ്ജറ്റ്? മാക്സിമം 500 600? ഒരാളല്ലേ? അതെ അണ്ണാ. അല്ലല്ല, രണ്ടാളുണ്ടേ. പിന്നിൽ നിന്നും ഓടി വരുന്ന ആനന്ദിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. ഓട്ടോക്കാരൻ സംശയത്തിൽ അവളെ നോക്കി. എന്നിട്ട് അവളെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന റാമിനെയും. ടൈം ഇത്രയും ആയതുകൊണ്ട് കപ്പിൾസിന് റൂം കിട്ടാൻ വലിയ പാടാ. പിന്നെ മഴയും പെയ്യാൻ പോകുന്നു. എന്തായാലും നിങ്ങൾ കയറിക്കോ, നമുക്ക് നോക്കാം, അയാൾ പറഞ്ഞു. ആനന്ദി ആദ്യം ഓട്ടോയിലേക്ക് ചാടിക്കയറി. അവളെ സംശയത്തോടെ നോക്കിയ ശേഷം തൊട്ടു പിന്നാലെ റാമും ഓട്ടോയിലേക്ക് കയറിയിരുന്നു. ആ ഞരമ്പൻ്റെ കൂടെ പോവല്ലേ മോളെ. അത് കേട്ട് റാം സ്റ്റേഷൻ്റെ മുൻവശത്തേക്ക് നോക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ കിടന്നിരുന്ന കുടിയൻ സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് നിരാശയോടെ ഓട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. അവൻ ആനന്ദിയിലേക്ക് തിരിഞ്ഞപ്പോൾ അവൾ അവനെ പല്ലുമുഴുക്കെ കാട്ടിച്ചിരിച്ചു. അപ്പോഴേക്കും ഓട്ടോ മുന്നോട്ട് ഓടി തുടങ്ങിയിരുന്നു. തഞ്ചാവൂർ ബസ് സ്റ്റാൻഡ് എന്നെഴുതി ദിശാബോർഡ് വെച്ച ഒരു റോഡിലൂടെ ഓട്ടോ നീങ്ങി. കുറച്ചു ദൂരം പോയതും തരക്കേടില്ലാത്ത ഒരു ലോഡ്ജിൻ്റെ മുന്നിലായി വണ്ടി നിന്നു. ഗ്രിൽ വാതിൽ പൂട്ടിയ രീതിയിൽ കണ്ടപ്പോൾ ഓട്ടോക്കാരൻ 2 വട്ടം ഹോൺ മുഴക്കി. ഉള്ളിലെ നീളമുള്ള ടേബിളിൽ പുതച്ചുമൂടി കിടന്നിരുന്ന ഒരുവൻ തലപൊക്കി നോക്കി. റൂംസ് ഫുള്ള് സത്യണ്ണ. അവൻ വീണ്ടും തലവഴി പുതപ്പിട്ടു. വെള്ളിയും ശനിയും ഞായറും തഞ്ചാവൂർ റൂംസ് കിട്ടുന്നത് ഭയങ്കര പാടാണ് പിള്ളേരെ. ആളുകളൊക്കെ നഗരം കാണാനും അമ്പലം കാണാനുമൊക്കെ വരുന്നത് ഒഴിവ് ദിവസങ്ങളിലാണല്ലോ. നമുക്ക് വേറെ നോക്കാം. അയാൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. ആനന്ദി റാമിനെ ഒന്ന് നോക്കിയ ശേഷം മുന്നിലെ റോഡിലേക്ക് നോക്കിയിരുന്നു. വീണ്ടും 4ഓളം ലോഡ്ജുകളിൽ അവർ കയറിയിറങ്ങി. പക്ഷേ എങ്ങും തന്നെ മുറികൾ ഒഴിവുണ്ടായിരുന്നില്ല. ഒടുവിൽ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയായി. മറ്റൊരു റോഡിലൂടെ സ്റ്റേഷനിലേക്ക് പോരുന്ന വഴിയിൽ സീരിയൽ ബൾബൊക്കെ ഇട്ട ഒരു ലോഡ്ജ് കണ്ടപ്പോൾ ഓട്ടോക്കാരൻ വണ്ടി ചവിട്ടി നിർത്തി. ലോഡ്ജ് ഇത്തിരി ലോക്കലാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? അയാൾ ചോദിച്ചു. ആനന്ദിയും റാമും പരസ്പരം ഒന്ന് നോക്കി. ലോക്കൽ മീൻസ്? ആനന്ദി സംശയത്തോടെ ചോദിച്ചു. അതിന് മറുപടിയായി അയാൾ റോഡിൻ്റെ എതിർവശത്തായി വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് നോക്കി. അതൊരു പഴയ ലോഡ്ജാണ്. അത് കേട്ടപ്പോൾ ആനന്ദി റാമിനെ പിന്നിലേക്ക് തള്ളിമാറ്റി റോഡിൻ്റെ എതിർവശമുള്ള ആ ലോഡ്ജിലേക്ക് ഒന്ന് എത്തി നോക്കി.
ധനശ്രീ ലോഡ്ജ് എന്നൊരു ബോർഡ് വെച്ചിട്ട് അതിന് ചുറ്റുമായി പല നിറമുള്ള സീരിയൽ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടു. എങ്ങനെ പോയാലും ആ ഇരുനില കെട്ടിടത്തിന് 50 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. അണ്ണാ, അവിടെ മുറി കിട്ടുമെന്ന് ഉറപ്പല്ലേ? റാം ചോദിച്ചു. അതൊക്കെ കിട്ടും, പക്ഷേ ഒരു പ്രശ്നമുള്ളത്, അവിടെ പലരും റൂമെടുക്കുന്നത് ആത്മഹത്യ ചെയ്യാനൊക്കെയാണ്. മിക്ക മുറികളിലും ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊന്നും സാധാരണ ഇവിടേക്ക് ഗസ്റ്റുകളെ കൊണ്ടുവരാറില്ല. പിന്നെ എങ്ങും റൂമില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ ആനന്ദി ഒരിക്കൽ കൂടി ആ ലോഡ്ജിനെ ഉറ്റുനോക്കി. ആ നിമിഷത്തിൽ ധനശ്രീ എന്ന ലോഡ്ജ് ഒരു പ്രേത ബംഗ്ലാവ് പോലെ അവൾക്ക് തോന്നി. റാം, വേണ്ട, നമുക്ക് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോകാം. അതെന്താ, നിനക്ക് പേടിയാണോ? പേടിയൊന്നുമില്ല, എങ്കിലും ചെറിയൊരു നെഗറ്റീവ് അടിക്കുന്നു. അണ്ണ, അവിടെ അടച്ചുറപ്പുള്ള മുറിയില്ലേ? അവൻ അവളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതൊക്കെയുണ്ട്, എങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങുക. റാം ഓട്ടോയിൽ നിന്നും ഇറങ്ങി. ആനന്ദി ഒരു നിമിഷം റാമിനെ നോക്കിക്കൊണ്ട് ഓട്ടോയിൽ തന്നെ ഇരുന്നു. ശേഷം അവനോട് യോജിച്ചതുപോലെ പുറത്തേക്കിറങ്ങി ബാഗിൽ നിന്ന് പൈസയെടുത്തു. പക്ഷേ അപ്പോഴേക്കും റാം ഓട്ടോയുടെ പൈസ കൊടുത്തിരുന്നു. എന്നാൽ ശരി, കാണാം. ഓട്ടോക്കാരൻ ഇരുവരെയും സ്ഥലം കാണിച്ചിട്ട് വണ്ടി മുന്നോട്ടോടിച്ചു പോയി. ആനന്ദിയും റാമും റോഡിൻ്റെ എതിർവശത്തുള്ള ലോഡ്ജ് ലക്ഷ്യമാക്കി നടന്നു. ശക്തമായ കാറ്റിനൊപ്പം ഇടയ്ക്കിടെ മിന്നലുകൾ വെളിച്ചമുണ്ടാക്കി. നീളത്തിൽ വിള്ളലുകൾ വീണ റെഡ് ഓക്സൈഡ് പൂശിയ പടികളിലൂടെ ലോഡ്ജിനകത്തേക്ക് നടന്നു കയറുമ്പോൾ ഇത് വേണോ എന്ന രീതിയിൽ ആനന്ദി ഒരിക്കൽ കൂടി റാമിനെ നോക്കി. അവൻ അവളെ ഒന്ന് കണ്ണു ചിമ്മിച്ച് കാട്ടിയ ശേഷം മുന്നേ കയറി നടന്നു. പടികൾ കയറി ചെന്നതും റിസപ്ഷനിൽ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു വൃദ്ധനിരിക്കുന്നത് കണ്ടു. ശബരിമലയിൽ പോകുന്ന ആളുകളെപ്പോലെ കറുത്ത ഷർട്ടും കറുത്ത മുണ്ടുമായിരുന്നു അയാളുടെ വേഷം. അയാളുടെ തൊലിപ്പുറത്തെ പാണ്ടുവന്നതുപോലുള്ള അവിടെ ഇവിടെയായി വെളുത്ത പൊട്ടുകൾ ഉണ്ടായിരുന്നു. ആനന്ദിയെയും റാമിനെയും കണ്ടതും അയാൾ റിസപ്ഷൻ ടേബിളിന് മുകളിലായി വച്ചിരുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ നിന്നും നീല സെല്ലോ ഗ്രിപ്പർ പേനയെടുത്ത് അതിൻ്റെ അടപ്പ് തുറന്നു. ശേഷം അടച്ചു വച്ചിരുന്ന രജിസ്റ്റർ തുറന്ന് അവരുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു. പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുത്. അവർ റൂമുണ്ടോ എന്ന് ചോദിക്കുക പോലും ചെയ്യും മുമ്പേ വൃദ്ധൻ പറഞ്ഞു. അല്ല, റേറ്റ് എങ്ങനെയാ? 310 രൂപ. 10 രൂപ വെള്ളത്തിനാണ്. രാവിലെ 10 മണിക്കുള്ളിൽ വെക്കേറ്റ് ചെയ്യണം. റൂം നമ്പർ 111 കീഴെടുത്തോളൂ. ഇടതുവശത്തെ ചുവരിലായി അനവധി നമ്പറുകൾക്ക് കീഴെയായി ആണിയടിച്ച് തൂക്കിയിട്ടിരിക്കുന്ന ചാവികൾ കാട്ടി അയാൾ പറഞ്ഞു. റാം അഡ്രസ്സ് എഴുതുന്ന സമയത്ത് ആനന്ദി ചുവരിൽ നിന്നും 111 ചാവി ഊരിയെടുത്തു. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ നമ്പർ കൂടി എഴുതണം. അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി രജിസ്റ്ററിൽ നിന്നും റാം കൈയെടുത്തതും അയാൾ പറഞ്ഞു. അതെന്തിനാ? അവൻ ചോദിച്ചു. ഇവിടെ അങ്ങനെയാണ്. റാം വൃദ്ധനെ ഒന്ന് നോക്കിയ ശേഷം ഫോൺ എടുത്ത് അതിൽ നോക്കി വെട്രിയുടെ നമ്പർ എഴുതി. എന്നിട്ട് പേഴ്സിൽ നിന്നും 310 രൂപയെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അത് വാങ്ങി മേശയിലിട്ട ശേഷം അയാൾ മുകളിലേക്ക് പോകുന്ന പടിക്കെട്ടിൻ്റെ വലതുഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കാട്ടി. റാം ഒരിക്കൽ കൂടി അയാളെ നോക്കിയ ശേഷം ആനന്ദിയെയും കൂട്ടി മുകളിലെത്തി വലതുഭാഗത്തേക്ക് തിരിഞ്ഞു. റൂം നമ്പർ 106 തൊട്ടുള്ള മുറികളുടെ ആരംഭം അവിടെ നിന്നാണ്. നടവരാന്തയുടെ അങ്ങേയറ്റത്തായിരുന്നു 111. മുറി തുറന്ന് അകത്തേക്ക് കയറിയതും റാം ലൈറ്റിൻ്റെ സ്വിച്ച് ഓണാക്കി. കിടക്കയിൽ വൃത്തിയിൽ കഴുകി വിരിച്ച വെള്ളയിൽ പച്ച കളങ്ങളുള്ള ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. മുറിയിൽ ഒരു തടിമേശയും അതിനൊപ്പം മടക്കുന്ന തരത്തിലെ പഴയ സ്റ്റൈൽ ഇരുമ്പ് കസേരയും ഉണ്ടായിരുന്നു. പിന്നെയുള്ളത് ചുവരിലെ ഒരു വലിയ തടി ഫ്രെയിമുള്ള കണ്ണാടിയായിരുന്നു. ആനന്ദി അകത്തേക്ക് ചെന്നിട്ട് ബാത്റൂം തുറന്നു നോക്കി. ഇന്ത്യൻ സ്റ്റൈലുള്ള ടോയ്ലറ്റും സമീപത്തായി കുളിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റും മഗ്ഗും ഉണ്ടായിരുന്നു. മുറിക്കകവും ബാത്റൂമും ഒക്കെ വൃത്തിയിൽ തന്നെ കാണപ്പെട്ടു. റാം മേശമേൽ വച്ചിരുന്ന വെള്ളക്കുപ്പിയുടെ അടപ്പ് തുറന്ന് അല്പം വെള്ളം കുടിച്ചു. പുറത്തുനിന്നും കാണുമ്പോൾ നെഗറ്റീവാണെങ്കിലും ഈ മുറിക്കകത്ത് കയറിയിട്ട് നല്ല തണുപ്പും ഒരു ശാന്തതയുമൊക്കെയുണ്ട് അല്ലേ? വീടുകളിലുള്ള മുറിയുടെ ഒരു ഫീൽ. ആനന്ദി ചുവരിലെ കണ്ണാടിക്ക് സമീപമുള്ള ജനൽ തുറന്നു. ആ മുറിയുടെ ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്നത് മറ്റൊരു റോഡായിരുന്നു. തെരുവിൽ പ്രകാശിക്കുന്ന ഹാലജൻ ലാമ്പിൻ്റെ സഹായത്തിൽ ആനന്ദി ആ വഴിയാകെ നോക്കിക്കണ്ടു. ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിരന്നു നിൽക്കുന്ന അനേകം വാഗമരങ്ങളിൽ നിന്നും റോഡിലും റോഡരികിലുമൊക്കെയായി കടും ചുവപ്പ് നിറത്തിലെ വാഗപ്പൂക്കൾ വീണ് കിടപ്പുണ്ടായിരുന്നു. പൂക്കൾ വീണ് വീണ് മരങ്ങൾ നിൽക്കുന്ന ഭാഗത്തെ റോഡ് ഒരു ചുവന്ന വീതി പോലെ കാണപ്പെട്ടു. പുറത്ത് വീശിയടിക്കുന്ന കാറ്റിൽ വീണ്ടും വീണ്ടും പൂക്കൾ താഴേക്ക് വീണുകൊണ്ടിരുന്നു. റാം, എനിക്ക് അതിലൂടെ ഒന്ന് നടക്കണം, അവൾ മുറിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവനും ജനലരികിലേക്ക് വന്ന് നോക്കി. കമ്പിയഴികളില്ലാത്തതിനാൽ തടസ്സമില്ലാതെ പുറത്തെ കാഴ്ചകൾ കാണുവാൻ സാധിച്ചു. അവനും വാഗപ്പൂക്കളാൽ മൂടപ്പെട്ട ആ റോഡിനെ കണ്ടു.